നമ്മൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ഐറ്റം ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടും സമയം കളയരുത്, അതങ്ങ് ചെയ്ത് തീർത്തേക്കണം. അപ്പൊ താണ്ടെ നമ്മൾ എടുത്തേക്കുന്ന കുറച്ച് കിളിമീനാണ്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വരഞ്ഞിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് മൊത്തത്തിൽ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാനിനകത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. സ്റ്റവ് ഓൺ ആക്കിയിട്ടില്ല. അതിന് മുൻപായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൗഡറും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 2-3 വറ്റൽമുളക് 4-5 പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തേക്കുന്നതാണ്. 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇനി സ്റ്റവ് ഓൺ ആക്കിയിട്ട് ചെറിയ തീയിൽ ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് ഒരുപാട് കൊണ്ട് മൂപ്പിച്ച് കരിച്ച് കളയരുത്. ഈ എണ്ണയുണ്ടല്ലോ ചെറുതായിട്ടൊന്ന് തിളച്ച് ഈ ഒരു പരുവത്തിന് കൂടി കിട്ടും. ഇനി ഇതിലേക്കുണ്ടല്ലോ കുറച്ച് വെളുത്തുള്ളിയിൽ ഒരു 5-6 മാത്രം മതി. ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ 2-3 ചേർത്തേച്ചാൽ മതിയെ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കാം. അതിനുശേഷം നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനുണ്ടല്ലോ, കിളിമീൻ. പല നാട്ടിലും പല പേര് പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന് പറയുന്ന പേരെന്താണെങ്കിലും താഴെ ഒന്ന് കമന്റ് ഇട്ടേക്കണേ. ഇനി ഈ മീൻ മൊത്തത്തിൽ ഇതുപോലെ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലോട്ട് അങ്ങോട്ട് വെച്ചേക്കുക. ഏത് മീൻ വറക്കുമ്പോഴും ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒടിഞ്ഞു പോകും. എന്നിട്ട് 1 മിനിറ്റിന് ശേഷം ഉണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാരങ്ങാനീര് ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ കുഞ്ഞു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അത് കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി സാധാരണ മീൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണോ അതേ പരുവത്തിൽ നല്ലതുപോലെ അങ്ങോട്ട് ഫ്രൈ ചെയ്യണം. എല്ലാ മീനും നല്ലതുപോലെ മൂത്ത് വന്നെങ്കിൽ അതിന്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അങ്ങോട്ട് കിട്ടത്തുള്ളൂ. ഇതങ്ങോട്ട് മൂത്ത് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു ഫ്ലേവർ അങ്ങോട്ട് പുറത്തോട്ട് അങ്ങോട്ട് വരും. സംഭവം താണ്ടെ ഒരുപാട് അങ്ങോട്ട് വലിച്ചങ്ങോട്ട് നീട്ടുന്നില്ല. നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന മീനൊക്കെ നല്ലതുപോലെ മൂത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തിൽ കാണുന്ന ആ സംഭവം ഉണ്ടല്ലോ വറ്റമുളകൊക്കെ, അത് നമുക്ക് കഴിക്കാട്ടോ. സംഭവം അടിപൊളി ടേസ്റ്റ് ആണ്. അതാണ്ട് ഇതുപോലെ ഒരു മീൻ അങ്ങോട്ട് എടുത്തങ്ങോട്ട് കാണിക്കുകയാണ്. നല്ലതുപോലെ മൂത്ത് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതുപോലെ നിങ്ങളൊന്ന് മീൻ ഫ്രൈ ചെയ്ത് നോക്കിയോ. നേരത്തെ അരച്ച് പരട്ടി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ രീതിയിൽ ചെയ്താലും നല്ല അടിപൊളിയായിട്ട് മീൻ ഫ്രൈ ചെയ്ത് കിട്ടും. സംഭവം അന്യായ ടേസ്റ്റുമാണ്. ഇനി കുറച്ച് സവാള കട്ട് ചെയ്തതിന്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ കിടിലൻ ടേസ്റ്റുള്ള മീൻ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇത് കിളിമീൻ മാത്രമല്ല, മത്തിയോ എന്ത് മീനിൽ വേണമെന്നുണ്ടെങ്കിലും താറാക്കി എടുക്കാവുന്നതാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുക. നല്ലൊരു കിടിലൻ കിട്ടുക്കാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി, നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.